ബ്രൂവറി അനുമതി. മന്ത്രി കൃഷ്ണൻകുട്ടിക്കെതിരെ JDS-ൽ വിമർശനം. മന്ത്രിയെ മാറ്റാൻ പാർട്ടി നേതൃയോഗത്തിൽ രൂക്ഷമായ വാക്പോര്. പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. ബ്രൂവറി അനുമതിയിൽ വിശദമായ ചർച്ച വേണമെന്ന് JDS. അനുമതി നൽകുമ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടി ജാഗ്രത കാണിച്ചില്ലെന്നാണ് വിമർശനം. പാർട്ടി നേതൃയോഗത്തിലാണ് വിമർശനം. മന്ത്രിയെ മാറ്റണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. മന്ത്രി K കൃഷ്ണൻകുട്ടിയെ മാറ്റണമെന്ന ആവശ്യത്തെ ചൊല്ലി JDS നേതൃയോഗത്തിൽ രൂക്ഷമായ വാക്പോരുണ്ടായി. പാർട്ടിക്ക് ഗുണം ചെയ്യാത്ത മന്ത്രിയെ മാറ്റണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ഇത്തരം ചർച്ചകൾ വീറ്റോ ചെയ്യുകയാണ് സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ് വ്യക്തമാക്കി. എന്നാൽ വീറ്റോ ചെയ്യാൻ ഇത് UN സെക്യൂരിറ്റി കൗൺസിൽ അല്ലെന്നായിരുന്നു നേതാക്കളുടെ വിമർശനം. മന്ത്രിയെ മാറ്റിയാൽ പകരം ചുമതലയേൽക്കാൻ താനില്ലെന്നും മാത്യു ടി തോമസ് വ്യക്തമാക്കി. പാർട്ടിക്ക് വേണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം RJDക്ക് പോകുമെന്നും മാത്യു ടി വിശദീകരിച്ചു. ഇതോടെയാണ് ചർച്ചകൾക്ക് വിരാമമായത്. എലപ്പുള്ളിയിലെ ബ്രൂവറി അനുമതി വിവിധ സർക്കാർ വകുപ്പുകളുമായി ചർച്ച ചെയ്യാതെയാണെന്നുള്ള മന്ത്രിസഭാ നോട്ട് പ്രതിപക്ഷ നേതാവ് നേരത്തെ പുറത്തുവിട്ടിരുന്നു. ജനുവരി 15-നാണ് മന്ത്രിസഭാ യോഗത്തിൽ പരിഗണനയ്ക്ക് എലപ്പുള്ളിയിൽ ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകാനുള്ള നോട്ട് വരുന്നത്. എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും കണ്ട നോട്ടിൽ മറ്റു വകുപ്പുകളുമായി ആലോചിച്ചിട്ടില്ലെന്ന് വ്യക്തമായി പറയുന്നുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. കൃഷി, ജലവിഭവ വകുപ്പുകളൊന്നും അതുകൊണ്ട് അഭിപ്രായമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും നോട്ടിലുണ്ട്. ഒയാസിസ് കമ്പനിയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങളെ നോട്ടിലും പുകഴ്ത്തുന്നുണ്ട്. മന്ത്രിസഭാ യോഗം അംഗീകരിച്ചതിന്റെ അടുത്ത ദിവസം തന്നെയാണ് അനുമതിക്കുള്ള ഉത്തരവിറക്കുന്നത്. ഒരു കമ്പനിക്ക് മാത്രമായുള്ള വഴിവിട്ട സഹായത്തിന്റെ തെളിവാണിതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. എന്നാൽ മന്ത്രിസഭ പ്രാരംഭാനുമതി നൽകിയ പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി പ്ലാന്റിനായി ഒരു തുള്ളി ഭൂഗർഭജലം പോലും എടുക്കില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കി. പ്ലാന്റിന് 0.05 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് തുടക്കത്തിൽ ആവശ്യമായി വരിക. പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കുന്നതോടെ 0.5 ദശലക്ഷം ലിറ്റർ വെള്ളം മതിയാകും. പാലക്കാട് നഗരത്തിന് ആവശ്യമായി വരുന്ന ആകെ വെള്ളത്തിന്റെ 1.1% മാത്രമാണിത്. ഇതുകൂടാതെ പ്ലാന്റിൽ 5 ഏക്കർ ഭൂമിയിൽ ജലസംഭരണി നിർമ്മിക്കുമെന്ന കാര്യം പ്രപ്പോസലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നു. ജല അതോറിറ്റി കമ്പനിക്ക് ആവശ്യമായ വെള്ളം നിലവിലുള്ള പദ്ധതിക്ക് പുറത്തുനിന്നല്ല നൽകാമെന്ന് സമ്മതിച്ചിരിക്കുന്നത്. മലമ്പുഴയിൽ നിന്നും കിൻഫ്രയിലേക്ക് പ്രതിദിനം 10 ദശലക്ഷം ലിറ്റർ വെള്ളമെത്തിക്കുന്ന പദ്ധതി പുരോഗമിക്കുന്നുണ്ട്. ഈ ലൈനിൽ നിന്നാണ് ആവശ്യമായ ജലം ലഭ്യമാക്കുക. നിലവിൽ കേരളത്തിൽ കിൻഫ്രയുടെയും വ്യവസായ വകുപ്പിന്റെയും ഇൻഡസ്ട്രിയൽ പാർക്കുകളാണ് അതോറിറ്റി വെള്ളം നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പാലക്കാട് കിൻഫ്ര പാർക്കിലേക്ക് 10 MLD അനുവദിക്കാൻ 2015-ൽ സർക്കാർ തീരുമാനിച്ചത്. ഇത് നിലവിലുള്ളതും ഭാവിയിൽ വരാനിരിക്കുന്നതുമായ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. 2022-23-ലെയും 23-24-ലെയും മദ്യനയങ്ങളിൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ സംസ്ഥാനത്ത് നിർമ്മിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 2023 നവംബർ 30-നാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒയാസിസിന്റെ അപേക്ഷ ലഭിക്കുന്നത്. 10 ഘട്ട പരിശോധനയ്ക്ക് ശേഷമാണ് മന്ത്രിസഭ പ്രാരംഭാനുമതി നൽകിയത്. നാടിനാവശ്യമായ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറില്ലെന്നും മന്ത്രി പറഞ്ഞു.